വെൽക്കം ടു ജാസസ് ഫുഡ് ബുക്ക്. നമുക്ക് ഈസി ആയിട്ട് കടലക്കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ml കപ്പിയിൽ കറക്റ്റ് 1 കപ്പ് കടല എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിരുന്ന കടലയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, തേങ്ങയില്ലാതെ വറുത്തരച്ച കടലക്കറി. ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളവർ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ അതിനേക്കാൾ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, സെയിം അതേപോലത്തെ ടേസ്റ്റൊക്കെ തന്നെയാണ് ഇതിനും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്കൊരു ഗ്രൈൻഡർ എടുക്കുക, അതിലേക്കൊരു 2 സവാള അരിഞ്ഞിട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് 2 വെളുത്തുള്ളി, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു തക്കാളിയാണ്. വലിയ തക്കാളിയായിട്ട് എടുത്തേക്കണം, നല്ല പഴുത്ത തക്കാളി. ചെറിയ തക്കാളി ആണെങ്കിൽ 2 എടുത്തോട്ടോ. ഇനി ഒരു കുക്കർ വെച്ച് കൊടുക്കുക. അതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് അടിച്ചു വെച്ചേക്കുന്ന തക്കാളിയും സവാളയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് കുറഞ്ഞ തീയിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. എണ്ണ തെളിയുന്ന വരെ വഴറ്റിയെടുക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കടലക്കറി ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. അതേപോലെ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റോടും നല്ല ചാറോടും നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കടലക്കറിയും കൂടിയാണ് ഇട്ടത്. പക്ഷേ ഈ ഒരു നമ്മൾ സവാള വഴറ്റുന്ന സമയത്ത് ഈ സവാളയും തക്കാളിയും നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ടേസ്റ്റ് കിട്ടൂല. ഈ ഒരു സവാള വഴറ്റുന്ന സമയത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക, എങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു കറി ഉണ്ടാക്കുമ്പോൾ. സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. ഈ പൊടികളുടെ പച്ചമണം മാറുന്നവർ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കടല ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കടല മസാലയായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് വെള്ളമാണ്. ഞാനിവിടെ ഈ ഒരു കപ്പിലാണ് കടലെടുത്തേക്കുന്നത്. അപ്പോൾ ആ ഒരു കപ്പിൽ തന്നെയാണ് വെള്ളത്തിൻ്റെ അളവ് എടുക്കുന്നത്. 1 കപ്പ് കടലക്ക് കറക്റ്റ് 3 കപ്പ് വെള്ളം ഇട്ടാ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഏതിലാണോ കടല അളവെടുക്കുന്നത് ആദ്യം തന്നെ വേണം കേട്ടോ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അളവെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ കറക്റ്റാണ് വെള്ളത്തിൻ്റെ അളവ്. കുക്കറിനെ മൂടി വെച്ച് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ കറക്റ്റ് 9 വിസിലടിക്കുക. അതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കറക്റ്റ് 1 വിസിലും കൂടെ അടിക്കുക. മൊത്തത്തിൽ 10 വിസിലടിക്കുക. അപ്പോൾ ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും എന്തിനാണ് ഇത്രയും വിസിലടിപ്പിക്കുന്നത്. 5-6 വിസിലൊക്കെ അടിക്കുമ്പോൾ കടല വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ മസാലകളൊക്കെ ഒന്നിച്ചാണ് ഇട്ടേക്കുന്നത്. അതേപോലെ തന്നെ ഇതിന് കറക്റ്റായിട്ടുള്ള വെള്ളവും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 10 വിസിൽ വന്നെങ്കിൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കടലക്കറി കിട്ടുള്ളൂ കേട്ടോ. ഒരു 5-6 വിസിൽ അടിക്കുമ്പോഴേക്കും കടലയൊക്കെ വന്നിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ കുക്കർ തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിലൊഴിച്ച വെള്ളം അതേപോലെ തന്നെ കിടക്കാനുണ്ടാവും. ഇപ്പോൾ ഒരു 10 വിസിലടിച്ചിട്ട് നമ്മൾ കുക്കറൊക്കെ തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കറി നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് 10 വിസിൽ വന്നതിന് ശേഷം നോക്കാം. അപ്പോൾ അതേ 10 വിസിൽ വന്നിട്ടുണ്ട്. ഇനി മൊത്തത്തിൽ എയറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതുണ്ടല്ലേ, അപ്പോൾ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടല്ലേ, ചാറൊക്കെ നല്ല കട്ടിയുണ്ട് കേട്ടോ. ഒന്നിരുന്ന് കഴിയുമ്പോൾ ഒന്നും കൂടി കട്ടിയാവും കേട്ടോ. ഇനി നമുക്ക് ആ കടലക്കറിയുടെ ആ ചൂടോടുകൂടി തന്നെ നമുക്ക് 2 തണ്ട് വേപ്പലിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ
ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പൊടികളൊക്കെ ചേർത്തപ്പോൾ നേരത്തെ ഗരം മസാലപ്പൊടി ചേർത്തിട്ടുണ്ടായില്ല, ഇപ്പോഴാണ് കേട്ടോ ചേർക്കുക. അപ്പോൾ നമുക്ക് ഈ കറി ഇങ്ങനെ തന്നെ കൂട്ടാം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് താളിച്ചെടുക്കുന്നുണ്ട്. താളിക്കണവർക്ക് താളിക്കുക, അതല്ലാത്തവർക്ക് ഇതേപോലെ തന്നെ കഴിക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ സവാള വഴറ്റുന്നതിന് മുമ്പായിട്ടൊന്ന് കടുക് പൊട്ടിക്കണമെങ്കിൽ കടുക് പൊട്ടിക്കുക. ഞാനിപ്പോൾ ഏറ്റവും അവസാനം കേട്ടോ കടുക് പൊട്ടിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. 2 ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. ഒരു 2 പച്ചമുളക് ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടായില്ല, ഇപ്പോൾ താളിക്കുന്ന സമയത്താണ് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചെടുത്താണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ താളിച്ച് വെച്ചേക്കുന്ന നമുക്ക് കടലക്കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള കടലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ നോക്കിയിട്ട് ഈ ഒരു കടലക്കറി ഉണ്ടാക്കുകയാണെങ്കിൽ ഉപ്പ് മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഉപ്പ് ഇപ്പോൾ കറക്റ്റായിട്ടൊരളവ് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പിടാൻ മാത്രം പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയെല്ലാം കറക്റ്റാണ് കേട്ടോ. വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ധൈര്യമായിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ പണി. ഈസി ആയിട്ടുള്ള കടലക്കറിയാണ്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ കറി. അതേപോലെ തന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ നല്ല ചാറോട് കൂടിയിട്ടുള്ള, അതേപോലെ തന്നെ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കടലക്കറി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ചാറ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്ത് കുറച്ചും കൂടി കൂടുതൽ ഒഴിക്കുക കേട്ടോ വെള്ളം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ, സീ യു.